ഹലോ A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആക്രമണത്തിൽ നിന്നും പലായനം ചെയ്തു വന്ന് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ടിബറ്റൻ ആത്മാചാര്യൻ ദലൈ ലാമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയ ആചാര്യനായ 14-ാം ദലൈ ലാമ 1935 കുംഭം എന്ന സ്ഥലത്തെ സന്യാസി മഠത്തിന് സമീപമുള്ള ടക്സ്റ്റ പ്രദേശത്ത് ജനിച്ചു. ഇദ്ദേഹത്തെ ഇതിന് 2 വർഷം മുമ്പ് അന്തരിച്ച 13-ാം ദലൈ ലാമയുടെ പുനരവതാരമായി കണ്ടെത്തുകയായിരുന്നു. 1940 ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ വച്ച് ബ്രിട്ടൻ്റെയും ചൈനയുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തെ സിംഹാസന ആരോഹണം നടത്തി. ദലൈ ലാമ എന്ന പദം മംഗോൾ, ടിബറ്റൻ എന്നീ ഭാഷകളിലെ 2 വാക്കുകൾ ചേർത്തുണ്ടാക്കിയതാണ്. മംഗോൾ ഭാഷയിലെ ദലൈ എന്നാൽ സാഗരം എന്നാണ് അർത്ഥം. ടിബറ്റൻ ഭാഷയിലുള്ള ലാമ ഒരു സന്യാസിയും. ഇങ്ങനെ അഗാധ പാണ്ഡിത്യമുള്ള സന്യാസി വര്യൻ എന്ന അർത്ഥമാണ് ദലൈ ലാമ എന്ന പദത്തിനുള്ളത്. ഇത് ആദ്യം ഉപയോഗിച്ചത് 1578 സോനം ഗ്യാസോവിന് ഈ പദവി നൽകി ബഹുമാനിച്ച മംഗോൾ പടത്തലവനായ അൾട്ടാൻ ഖാൻ ആണ്. സോനം ഗ്യാസോ സ്വയം താൻ 3-ാം ദലൈ ലാമയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനു മുൻപുള്ള 2 അവതാരങ്ങൾ 1ഉം 2ഉം ദലൈ ലാമമാരായി ചരിത്രത്തിൽ സ്ഥാനം നേടി. അവലോകിതേശ്വരൻ എന്ന ബോധിസത്വൻ്റെ പുനരവതാരമായിട്ടാണ് ടിബറ്റൻ ജനത ദലൈ ലാമയെ കാണുന്നത്. ഇദ്ദേഹം ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യൻ മാത്രമല്ല, ഈ പ്രദേശത്തെ ഭരണാധികാരി കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങൾ മുതൽ ദലൈ ലാമമാരുടെ ജീവിതത്തിൻ്റെ ടിബറ്റൻ ചരിത്രവുമായി കോർത്തിണക്കി കിടക്കുന്നു. ശക്തനായ ഭരണാധികാരിയായ 5-ാം ദലൈ ലാമയുടെ പിൻഗാമി വളരെ ദുർബലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പല ഭാഗങ്ങളിൽ നിന്നും ടിബറ്റ് ആക്രമിക്കപ്പെട്ടു. അവസാനം ചൈനയുടെ സഹായത്തോടെ അക്രമികളെ തുരത്തിയതും 1895 സ്ഥാനമേറ്റ 13-ാം ദലൈ ലാമ മികച്ച ഭരണാധികാരിയായിരുന്നു. ചൈനയുടെ കേന്ദ്രഭരണത്തിന് സംഭവിച്ച ക്ഷീണം മുതലെടുത്ത് ഇദ്ദേഹം ബ്രിട്ടൻ്റെ സഹായത്തോടെ ഏറെക്കുറെ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ ടിബറ്റിലെ ഭരണാധികാരികളുടെ അധികാരങ്ങളും കടമകളും നിർവഹിച്ചു.